ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം, എന്നാൽ ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. കാരണം 2022 ശേഷം നമ്മുടെ ഇന്ത്യൻ ക്രിപ്റ്റോ എക്കോസിസ്റ്റത്തിൽ ടാക്സിന്റെ സംഭവങ്ങളൊക്കെ വന്നിരുന്നു. അപ്പം അത് ഇപ്പോഴും ഡൗട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മെയിൻലി ഇന്നത്തെ പറയുന്നത്. കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ക്രിപ്റ്റോ ടാക്സ്, ഏതൊക്കെ രീതിയിലാണ് ടാക്സ് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് നമ്മുടെ ലോക്സഭയിൽ ക്രിപ്റ്റോ റെഗുലേഷൻ ബില്ല്, അത് അതിനെക്കുറിച്ചുള്ളൊരു സംസാരം നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് ആ ബില്ല് എപ്പോഴും എടുക്കാറില്ല, പക്ഷെ 2 ദിവസം മുമ്പ് അതിനെക്കുറിച്ചൊരു സംസാരം വീണ്ടും വന്നിരുന്നു. അപ്പം അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വിചാരിച്ചു. അതിന്റെ ഒപ്പം തന്നെ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, ITAT. ഞാൻ എന്റെ ട്വിറ്ററിനകത്ത് റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് നമ്മുടെ ബിറ്റ് കോയിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്തിരുന്നു. അപ്പം അതിന്റെ 2 അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനുള്ള വീഡിയോ ആണ്. ഞാനിപ്പം ക്രിപ്റ്റോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. പുള്ളിയുടെ ചാനൽ അത്യാവശ്യം അപ്ഡേറ്റ് ആയിട്ട് നല്ല നല്ല ഇന്ത്യൻ റെഗുലേഷനെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് മാക്സിമം റീട്വീറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ട്വിറ്റർ ഫോളോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിയുടെ ഫോളോ ചെയ്താലും മതി. എന്റെ ഫോളോ ചെയ്താൽ എനിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പം എന്താണ് ഫസ്റ്റത്തെ റെഗുലേഷൻ ബില്ലിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കൊളാബറേഷൻ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒറ്റയ്ക്കും ഒരാൾക്ക് പെട്ടെന്ന് ഒരു രാജ്യത്ത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ സപ്പോർട്ട് വേണ്ടി വരും. മുൻപും പറഞ്ഞ പോലെ തന്നെയാണ് കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് ആവശ്യമുണ്ട്. They are working on regulatory framework but emphasize the need of international collaboration to address the borderless nature. അതായത് ഇതൊരു പരിധി ഇല്ലാത്ത സാധനമാണ്. മീൻസ് എവിടേക്ക് എങ്ങനെ വേണമെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാം. ഒരു ലിമിറ്റ് വെക്കാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിലേക്കുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യും, പക്ഷെ ഇന്റർനാഷണൽ സപ്പോർട്ട് കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ റെഗുലേഷനിൽ കൊണ്ടുവരാൻ പോണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ പേപ്പർ മേ ബി പബ്ലിഷ്ഡ് ടു ഔട്ട്ലൈൻ റെഗുലേറ്ററി സ്റ്റാൻസസ് എന്ന് പറയുന്നുണ്ട്. അത് റെഗുലേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നതിന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ, അത് എന്ന് വരുമെന്ന് പറഞ്ഞില്ല, ആ ഒരു പേപ്പറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ G20 പ്രസിഡൻസിയിൽ IMF-ഉം FSB, അതായത് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും FSB പേപ്പറിലൊക്കെ നമ്മൾ ഓൾറെഡി വന്നെന്ന് പറഞ്ഞിരുന്നു. സോ അതൊക്കെ അനുസരിച്ച് ഗ്ലോബൽ ഫ്രെയിംവർക്കുമായിട്ട് നമ്മുടെ റെഗുലേഷൻ ഒത്തണിക്ക് പോയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊരു സംസാരം വന്നിരുന്നു. ഈ ഒരു സംസാരം പുതിയതൊന്നും അല്ല, പക്ഷെ കുറെ നാൾക്ക് ശേഷം ഈ ഒരു സംസാരം എടുത്തുകൊണ്ടാണ് ഇതൊരു പുതുമയായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞത് വേറെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, പുള്ളി ആ ഒരു വിഭാഗക്കാരൻ എന്ന് വെച്ചാൽ ബിറ്റ് കോയിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം കുറെ കാലങ്ങൾക്ക് മുമ്പ് 2015 കാലത്ത് ഒരു പുള്ളിക്കാരൻ റൗണക് പ്രകാശ് ജെയിൻ എന്ന് പറഞ്ഞ പുള്ളി കുറച്ച് ബിറ്റ് കോയിൻ വാങ്ങിയിരുന്നു. ആ ബിറ്റ് കോയിൻ സെല് ചെയ്യുന്ന സമയത്ത് ഇപ്പം 30% ടാക്സ് വേണമെന്നുള്ള റൂൾ വന്നല്ലോ. അപ്പം അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത് കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ, കാരണം അതൊരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ റെഗുലേഷൻ ഈ ടാക്സ് വന്ന് 2022 ശേഷമാണ്, പക്ഷെ പുള്ളി ഇത് വാങ്ങിയത് അതിന് മുൻപാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലൊരു സ്റ്റാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു നല്ല വാർത്തയാണെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല വാർത്തയാണ്, നമുക്ക് അത്ര നല്ല വാർത്തയൊന്നുമല്ല. കാരണം നമുക്കിപ്പം വിൽക്കുകയാണെങ്കിൽ 30% ടാക്സ് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി സിമ്പിൾ ആയിട്ട് നമ്മുടെ നിലവിലുള്ള ക്രിപ്റ്റോ ടാക്സിനെ കുറിച്ച് പറയാം. ഒന്നാമത്തേത് 30% ടാക്സ് എന്ന് പറയുന്നത്. 30% ടാക്സ് പറഞ്ഞാൽ നിങ്ങൾ ക്രിപ്റ്റോ വാങ്ങി അത് വിൽക്കുമ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന്റെ 30% ടാക്സ് നിങ്ങൾ കെട്ടണം. അത് നിങ്ങൾക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ സെറ്റ് ഓഫ് ആവില്ല. അതായത് ഇപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളിപ്പം 1 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി, 2 ലക്ഷം നിങ്ങളിലുണ്ട്, അതിൽ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങി, വീണ്ടും 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വേറൊരു സ്റ്റോക്ക് വാങ്ങി. ഈ ആദ്യം വാങ്ങിയ സ്റ്റോക്കിന് 1.5 ലക്ഷം രൂപ, അപ്പൊ നിങ്ങൾക്ക് അവിടെ 50,000 പ്രോഫിറ്റും മറ്റേ 1 ലക്ഷം കൊടുത്ത് വാങ്ങിയ സ്റ്റോക്ക് 50,000 രൂപ നഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മൊത്തത്തിൽ നിങ്ങൾ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കറന്റ് നിങ്ങളിൽ 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ടാക്സും കൊടുക്കേണ്ടി വരില്ല. എന്നാൽ ക്രിപ്റ്റോന്റെ കേസിൽ അങ്ങനെയല്ല. നിങ്ങളിപ്പം ബിറ്റ് കോയിൻ 1 ലക്ഷത്തിന് വാങ്ങി, എത്തീരിയം 1 ലക്ഷത്തിന് വാങ്ങി. ബിറ്റ് കോയിൻ 1 ലക്ഷത്തിന് വാങ്ങി നിങ്ങൾക്ക് 1.5 ലക്ഷം ആയി എന്ന് വിചാരിക്കാം. എത്തീരിയം 1 ലക്ഷത്തിന് വാങ്ങിയത് 50,000 ആയി എന്ന് വിചാരിക്കാം. സോ ഈ എത്തീരിയത്തിന് നിങ്ങൾക്ക് ഒരു രീതിയിൽ ടാക്സും കൊടുക്കേണ്ടി വരില്ല. പക്ഷെ ബിറ്റ് കോയിന് 1 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം ആയില്ലേ, അപ്പൊ 50,000ന്റെ 30% ടാക്സ്, വിച്ച് ഈസ് 15,000 രൂപയോളം നിങ്ങൾ ടാക്സ് ആയിട്ട് കെട്ടേണ്ടി വരും. കെട്ടില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. പിന്നെയും ഒരുപാട് വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ കേസുമാവും, ജയിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ അതൊരു കേസാണ്. സോ മാക്സിമം ടാക്സ് കെട്ടിയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ്. പിന്നെ ഇപ്പം വേറെ കേസ്, ഇപ്പം നമ്മളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്ത് നമുക്ക് ലോസ് വന്നു വിചാരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡൊക്കെ ചെയ്ത് നമുക്ക് വൻ നഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം കിട്ടിയ ഇൻകമിൽ നിന്ന്, നമുക്ക് മൊത്തം വർഷത്തിൽ കിട്ടുന്ന ഇൻകമിൽ നിന്ന് ഈ നഷ്ടപ്പെട്ട എമൗണ്ട്, എത്ര ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത്, ട്രേഡിംഗ് ഇൻകം ഒരു ബിസിനസ് ഇൻകം ആയിട്ട് കാണിച്ചിട്ട്
ആ ഇൻകം നമുക്ക് നഷ്ടപ്പെട്ടു, ഇവിടെ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, അത് സെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിന് ടാക്സ് കിട്ടിയാൽ മതി. എന്നാൽ ക്രിപ്റ്റോ അങ്ങനെയല്ല, സ്റ്റാൻഡ് അലോൺ ആണ്. ട്രേഡിംഗ് വന്ന് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണം, ലോസ് ആയി കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട. എന്നാൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് ബാധകമല്ല. ഫ്യൂച്ചർ ട്രേഡ് ഒരു കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ, ഒരു അസറ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു കോൺട്രാക്ട് എന്നുള്ള രീതിയിലാണ് ഈ സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ട്രേഡിങ്ങിന് നിങ്ങൾക്ക് യാതൊരുവിധ ടാക്സോ TDSോ കൊടുക്കേണ്ടതില്ല. ഇനി TDSന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ ബൈയും സെല്ലും ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ TDS വരുന്നത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് TDS നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുക്കല്ല. ഇപ്പം FIO രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച്, എസ്പെഷ്യലി ഇന്ത്യൻ എക്സ്ചേഞ്ചിലൂടെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1% TDS അവർ ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴൊക്കെയാണ് ഡിഡക്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് ഏതെങ്കിലും ക്രിപ്റ്റോ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള TDSും പിടിക്കില്ല, എക്സ്ചേഞ്ച് ഫീസും GST മാത്രമേ പിടിക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള ക്രിപ്റ്റോ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് INR സെല്ല് ചെയ്യുകയാണെങ്കിലും USDT സെല്ല് ചെയ്യുകയാണെങ്കിലും ഏത് ടോക്കണിലേക്ക് സെല്ല് ചെയ്യുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് 1% TDS കൊടുക്കേണ്ടി വരും. അതായത് INR വെച്ച് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് TDS കൊടുക്കണ്ട, INR വെച്ച് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് TDS കൊടുക്കണം. ഇനിയിപ്പം സ്റ്റേബിൾ കോയിൻ USDT വെച്ചിട്ട് നിങ്ങൾ ഒരു ടോക്കൺ വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ടോക്കൺ വിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സമയത്തും ഓരോ ശതമാനം ടാക്സ്. അതായത് USDT വെച്ചൊരു ടോക്കൺ വാങ്ങുകയാണെങ്കിൽ അവിടെ ഒരു ശതമാനം, ആ ടോക്കൺ USDT ആയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ശതമാനം. അപ്പൊ നിങ്ങൾക്ക് 2% TDS ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ പെയർ, C2C എന്ന് പറയും, ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ ട്രേഡിംഗിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും, TDS ആയിട്ട് വരും. ഈ പറഞ്ഞ നഷ്ടപ്പെടുന്ന പറഞ്ഞത് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ വന്ന TDS നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. അത് വേറൊരു കാര്യമാണ്. പക്ഷെ അപ്പുറത്ത് 30% ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ TDS എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. സോ അത് എങ്ങനെയാണ് എത്ര പേർക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഇങ്ങനത്തൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് വന്നേക്കണ ക്രിപ്റ്റോന്റെ ട്രാൻസാക്ഷനിൽ വന്നത്. പിന്നെയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആസ് എ കമ്മ്യൂണിറ്റി, എന്റെ കമ്മ്യൂണിറ്റിക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് നിങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഇപ്പം നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു 30,000 രൂപയ്ക്ക് ക്രിപ്റ്റോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരികയാണെന്ന് വിചാരിക്കുക. ആ 30,000 രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് കെട്ടണമെന്ന് വെച്ചാൽ ടാക്സ് കെട്ടണ്ട. അപ്പൊ ഞാൻ അയച്ചു തരുന്ന എമൗണ്ട് 50,000 മേലെയുള്ള ക്രിപ്റ്റോ, മീൻസ് ഞാൻ അയച്ചു തരുന്ന ക്രിപ്റ്റോന്റെ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ നിങ്ങൾ അതിന് ടാക്സ് കെട്ടണം, 30% കെട്ടണം. 50% താഴെയാണ്, മീൻസ് 50,000 താഴെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് കെട്ടേണ്ടതില്ല. അതുപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്, ഫാമിലി, അച്ഛൻ, അമ്മ, പാരന്റ്സ് അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ ആണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ടാക്സ് കെട്ടേണ്ടതില്ല. പിന്നെ എയർ ഡ്രോപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ആരെങ്കിലും സെൻഡ് ചെയ്ത് തന്നു, അത് നിങ്ങൾ എക്സ്ചേഞ്ച് വഴി സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ കറന്റ് എത്രയാണോ പ്രൈസ് വരുന്നത് അതിന് ടാക്സ് കെട്ടണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ എയർ ഡ്രോപ്പിന്റെ കേസിലും അതുപോലെ സാലറി നമുക്ക് വരുമ്പോൾ അതിന് എങ്ങനെ ടാക്സ് കെട്ടണം എന്നുള്ളതിലും ചെറിയ കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ CA ആയിട്ട് കൺസൾട്ട് ചെയ്യാം. ക്രിപ്റ്റോന്റെ കേസിൽ സാലറി ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത്തോളം ഇപ്പൊ നിങ്ങൾ $85 85 ഒരു USDT എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഒരു 100 USDT കിട്ടുകയാണ്. അപ്പൊ 100 USDT 85ന്റെ പ്രൈസ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഈ ഒരു 100 USDT ഒരു USDT വാല്യൂ 86 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം 100 USDTക്ക് ഓരോ ഡോളർ വെച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് $100 പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിന് നിങ്ങൾ 30% ടാക്സ് കെട്ടണം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ബട്ട് ഇത് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ CA ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ടാക്സ് കെട്ടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യാൻ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അത് യൂസ്ഫുൾ ആവും. ഗിഫ്റ്റിന്റെ കേസിലും ഫ്രണ്ട് ആയിട്ട് സെൻഡ് ചെയ്യുന്ന കേസിലൊക്കെ 50,000 എന്നുള്ള ലിമിറ്റ് ഉണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. അതല്ലാണ്ട് ഈ ഒരു സാലറി ആയിട്ട് ക്രിപ്റ്റോ വാങ്ങുകയാണെന്നുണ്ടെങ്കിലുള്ള കൺഫ്യൂഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. വെട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ പെനാൽറ്റി വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് തപ്പിൽ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് വെട്ടിച്ചു പോകുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് ടാക്സ് ഫയൽ ചെയ്യാത്തവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. റെഗുലേഷൻ ഒരു പോയിന്റിൽ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇനി ബുൾ മാർക്കറ്റ് വരണം. അപ്പൊ ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ ഇപ്പൊ എന്താണ് മെയിൻ ഇത് ചെയ്യാൻ കാരണം വെച്ചാൽ നിങ്ങളിപ്പം ഓൾട്ട് കോയിൻ വാങ്ങി കുറച്ച് പ്രോഫിറ്റ് 1000 രൂപ പ്രോഫിറ്റ് 2000 രൂപ പ്രോഫിറ്റ് ആയി വിൽക്കുകയാണ്. അങ്ങനെ പല ടൈപ്പിൽ നിങ്ങൾ വാങ്ങി വിൽക്കുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1000-2000 രൂപയ്ക്കും പ്രോഫിറ്റ് ഉണ്ടാവുക. ഇന്നിപ്പോ ഒരു ടോക്കൺ വാങ്ങി 2000 രൂപയ്ക്ക് വിറ്റ് ഞാൻ 2000-ന് പ്രോഫിറ്റ് ആണ്, 2000-ന് 30% നിങ്ങൾ കെട്ടണം. അടുത്ത വണ്ണം നിങ്ങൾ വീണ്ടും ഈ ടോക്കൺ ഒന്ന് താഴ്ത്തിക്ക് വരുമ്പോൾ വീണ്ടും വാങ്ങണു, എന്നിട്ട് അതിനും പ്രോഫിറ്റ് ആയി അതിനും 30%. അപ്പൊ നമ്മൾ മൊത്തം ടാക്സ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനനുസരിച്ച് എത്രത്തോളം നമ്മൾ ടാക്സ് കെട്ടേണ്ടി വരും. അപ്പൊ നഷ്ടം വന്നാൽ അത് കുറയ്ക്കൂല, നഷ്ടം വന്നാൽ സെറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്ന് താഴ്ച കമന്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അതും കമന്റ് ചെയ്യാം. അപ്പൊ എനിക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്, ഇത് കാണുന്ന കമ്മ്യൂണിറ്റിക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്. അപ്പം ഈ ഒരു ക്വിക്ക് ടാക്സ് റിലേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.